ഒരുപക്ഷെ വി എസിനെ ഏറ്റവും അടുത്തറിഞ്ഞ വി എസിൻ്റെ ആത്മാവിലേക്ക് ചേക്കേറിയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഈ അമ്പലപ്പുഴയിൽ നിന്ന് വണ്ടാനത്തേക്ക് പോകുമ്പോൾ റോഡിൽ ഇരുവശവും ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ വി എസിൻ്റെ സ്വന്തം വീട് വേലിക്കകത്തെ വീട്ടിന് മുന്നിലും ഒരുപാട് ആളുകൾ എത്തിക്കഴിഞ്ഞു. അവിടെ ആഷ്മി താജ് ഇബ്രാഹിമുണ്ട്. ആഷ്മി, ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ നേരത്തെ തന്നെ അവിടെ ആളുകൾ ക്യൂ പാലിച്ചു തുടങ്ങി, 1/2 കിലോമീറ്ററിലധികം ക്യൂ നീണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂവിൻ്റെ നീളം കൂടിയോ? കാരണം പോലീസ് ബന്ദോബസ്തൊക്കെ ഉണ്ടെങ്കിൽ പോലും പോലീസിൻ്റെയും അതുപോലെ റെഡ് വോളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങളൊന്നും അല്പസമയത്തിന് വി എസ് അച്യുതാനന്ദൻ എത്തും എന്നാണ് കരുതുന്നത്. ഇവിടുന്ന് കഴിഞ്ഞ കുറേ സമയത്തിന് മുമ്പായി ഒരു 3-4 കിലോമീറ്റർ അകലെ എത്തി നിൽപ്പുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സെക്കൻഡ് വെച്ച് മാത്രമാണ് ആ വിലാപയാത്ര മുന്നോട്ടേക്ക് നീങ്ങുന്നത്. ആ വഴിയരികിലൊക്കെ നൂറുകണക്കിനായ മനുഷ്യർ അദ്ദേഹത്തെ അന്ത്യാഭിവാദം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അതിലേറെ പ്രധാനമാണ് ഇവിടെ വി എസിന്റെ വീടിന് മുന്നിൽ നമ്മൾ കാണുന്ന ഈ ക്യൂ. ഇത് അങ്ങ് വരെ ഇതാ ബൈപ്പാസും കഴിഞ്ഞ് ബൈപ്പാസിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കിലോമീറ്ററോളം നീളുന്ന വലിയ ക്യൂ ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വി എസിന്റെ വീട്ടിൽ ഒരു പൊതുദർശനത്തിലുള്ള സൗകര്യങ്ങൾ പരിമിതമാണ് എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇത്തരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ വി എസിന്റെ മകന്റെ വീട്ടിലോട് തിരുവനന്തപുരത്തെ മകന്റെ വീട്ടിൽ കണ്ടതാണ്. എം വി ജയരാജൻ അടക്കം ആ നിർദ്ദേശം നൽകിയിട്ടും ആ നിർദ്ദേശം ചെവിക്കൊള്ളാതെ എന്ന അർത്ഥത്തിലല്ല വി എസിനെ കാണാനുള്ള ദമ്യമായ ആഗ്രഹത്തിൽ അവിടെ നിന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. അതാ ഇവിടെ വി എസിന്റെ വീടിന് മുന്നിൽ ഇങ്ങനെ നൂറുകണക്കിനായ മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തി അത് കിലോമീറ്ററോളം നീളുന്ന വലിയ ക്യൂ ആയി മാറുന്നുണ്ട്. അവിടെ താഴെ കുത്തിയിരുന്ന് ഇന്നലെ രാത്രിയൊക്കെ വന്നവരുണ്ട്. രാവിലെ ഏറെ പുലർച്ചെ 4 മണി 5 മണി വന്നവരുണ്ട്. പാതിരാത്രി വന്നവരുണ്ട്. രാത്രി അവർ വന്ന് ഇവിടെ ആ നിൽപ്പ് അങ്ങനെ നിൽക്കുകയാണ് വി എസിന് നോക്ക് കാണാൻ വേണ്ടി. അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും വി എസ് എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. സാധാരണഗതിയിൽ 3-4 കിലോമീറ്റർ ദൂരം താണ്ടാൻ അധിക സമയം വേണ്ടി വരില്ല. പക്ഷേ ഈ വരുന്നത് വി എസ് ആണ്. തെരുവീതികളിലൊക്കെ ഇരുവശത്തും മനുഷ്യമതിലെന്ന മട്ടിൽ മനുഷ്യന്മാർ അങ്ങനെ തടിച്ചുകൂടി ആയിരക്കണക്കിനായ ആളുകൾ അങ്ങനെ മനുഷ്യസാഗരമായി നിൽപ്പാണ്. അതിനിടയിൽ കൂടിയാണ് ഒരു മനുഷ്യ മഹാസാഗരം ഭേദിച്ചുകൊണ്ടാണ് വി എസിന്റെ വാഹനം പതിയെ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ എത്ര വൈകിയാലും വി എസിനെ കണ്ടിട്ട് ഒരു മടക്കമുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഇവിടെ എത്തി നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെയും. കുട്ടികളടക്കമുള്ളവർ പ്രായഭേദം വലിയ പ്രായമുള്ള ആളുകൾ നമ്മൾക്കുണ്ട്. അതിനിടയിൽ 1-2 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവർ റെഡ് വോളണ്ടിയർമാരൊക്കെ എടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. കാര്യം അത്രയും മണിക്കൂറായി ഇവിടെ നിൽപ്പാണ്. സ്വാഭാവികമായും വെള്ളം കുടിക്കുന്നുണ്ടാകുമെങ്കിലും ഭക്ഷണം കഴിക്കലൊക്കെ ഏതാണ്ട് അസാധ്യമാകുന്ന സാഹചര്യമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. എന്തായാലും എസ് കെ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. പോരാട്ടങ്ങളുടെ യാത്രകൾ അവസാനിപ്പിച്ച് വി എസ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച സ്വസ്ഥതകൾ ഉള്ള ഉറക്കത്തിനായുള്ള വരവിലാണ്. നേരത്തെ ഒക്കെ നമ്മൾ പോയാൽ ആ പോരാട്ടം തുടങ്ങുന്ന 4 വയസ്സുകാരനായിരിക്കും അമ്മ മരിക്കുമ്പോൾ തുടങ്ങുന്ന പോരാട്ടമാണ്. ഒടുവിൽ ഏകദേശം ഒരു 80-85 വർഷത്തോളം നിരന്തരം തുടർന്ന ആ നൈരന്തര്യത്തിൽ തുടർന്ന ആ പോരാട്ടം ഒരുപാട് മനുഷ്യർ കത്താണിയായത് നമ്മൾ കണ്ടു. ഒരുപാട് പാവപ്പെട്ടവർക്ക് നട്ടല്ലാവുന്നതും ഊന്നുവടിയാവുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം നീണ്ട ആ സമര പാരമ്പര്യം, ആ സമരം അവസാനിപ്പിച്ച് വി എസ് മടങ്ങുന്നത് അങ്ങനെ ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിന്റെ സമരേതിഹാസ പാരമ്പര്യത്തിൽ വലിയ പേരുള്ള പുന്നപ്ര വയലാറിന്റെ ധീരരക്തസാക്ഷികൾ ഒഴുകുന്ന മണ്ണിലേക്കാണ് ആ പോരാളി വരുന്നത്. ആ പോരാളി പുന്നപ്ര വയലാറിന്റെ സമരനായകനാണ്. പുന്നപ്ര വയലാറിന്റെ ആ സമരത്തിൽ സർസിപ്പിയുടെ പട്ടാളം കൊന്നുതള്ളിക്കളഞ്ഞ ആ സഖാക്കൾക്കൊപ്പം, ധീരരക്തസാക്ഷികൾക്കൊപ്പം, അമ്പലപ്പുഴയുടെ നായകർക്കൊപ്പം ആണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ അവസാന യാത്രയ്ക്കായി അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ എത്തുന്നത് എന്ന പ്രത്യേകതയോടുണ്ട്. സ്വാഭാവികമായും ആ വലിയ ചുടുകാടിന്റെ ആ വിപ്ലവ സ്മരണകൾ പിന്നെയും രണോജ്വലമായി ജ്വലിക്കുന്ന വരും ദിവസങ്ങളാണ്. എന്തായാലും വലിയ ചുടുകാട്ടിലേക്കൊക്കെ എത്താൻ എന്തായാലും സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വി എസിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനും എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു 10 മിനിറ്റ് വീടിനുള്ളിൽ വി എസിന്റെ ഭാര്യയ്ക്കും അടുത്ത ബന്ധുക്കൾക്കും കാണാനുള്ള സൗകര്യം ഒരുക്കുന്നു. അതിനുശേഷം പുറത്ത് 1 മണിക്കൂറാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്ന സമയം. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്രയും വലിയ നീണ്ട ക്യൂ എത്ര വേഗതയിൽ വിട്ടാലും ആ 1 മണിക്കൂർ കൊണ്ട് ആ പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുക എന്ന കാര്യം അറിയില്ല. എന്തായാലും നമ്മൾ സമയക്ലിപ്ത പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും ഇന്നലെയൊക്കെ നമ്മൾ കണ്ടത് വല്ലാതെ ഒരുപാട് ലേറ്റാവുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ ഇക്കുറി ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വിലാപയാത്ര വല്ലാതെ വൈകുന്നു. ഇന്നലെ രാത്രി 2 മണിയോട് ആലപ്പുഴയിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു ഒരു പൊതു കണക്കെങ്കിൽ 2 മണിയൊക്കെ കഴിഞ്ഞ് എത്രയോ മണിക്കൂർ 8-8:30 9 മണിയാകുമ്പോഴാണ് ആലപ്പുഴയിലേക്ക് കടന്നത്. ഇപ്പോഴും അവിടെ ഒരു പാലത്തിനപ്പുറത്തേക്ക് എത്തിയിരിക്കുന്ന വിലാപയാത്ര സാധാരണഗതിയിൽ ഒരു 10-15
45 മിനിറ്റ് പരമാവധിയാണ് ഇങ്ങോട്ടേക്ക് എത്താൻ. പക്ഷേ അങ്ങനെ എത്തില്ല എന്ന കാര്യം നമുക്കറിയാം. കാര്യം അത്രത്തോളം പതിയാണ്, വളരെ പതിയാണ് വി എസിന്റെ വിലാപയാത്ര അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം 1 മണിക്കൂറാണ് ഇവിടെ പൊതുദർശനം. അതിനുശേഷം 1 മണിക്കൂർ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് വിലാപയാത്രയായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോവുക. റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ഇത്തരത്തിൽ അവിടെ കൂടുതൽ സഖാക്കൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുക. പക്ഷേ അതിനുശേഷമാണ് വലിയ ചൂടുകാടിലേക്ക് കൊണ്ടുവരിക. ഇതിനൊക്കെ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞ ഒരുപക്ഷെ സാധാരണഗതിയിൽ വലിയ ചൂടുകാടിലേക്ക് 2 മണി എന്ന സമയമൊക്കെ പറഞ്ഞത് എന്തായാലും അത് നടക്കാനിടയില്ല. കാര്യം ഇപ്പോൾ തന്നെ സമയം 11:20 ആകാൻ പോകുന്നു. വി എസിന്റെ വീട്ടിലേക്ക് പോലും ആ വിലാപയാത്ര എത്തിയിട്ടില്ല. വിലാപയാത്ര കടന്നു പോകുന്ന ഇരുവഴികളിലും വി എസ് എടുത്തു കാണാൻ ഇങ്ങനെ പ്രവർത്തകർ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാം.